ഡിയർ ഫ്രണ്ട്സ്, ദീർഘകാലത്തേക്ക് ഇന്ന് വാങ്ങാവുന്ന മികച്ച 10 ഓഹരികൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്ന ചില 10 ഓഹരികൾ. HDFC ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, ഇൻഡസ് ബാങ്ക്, ദീപക് നൈട്രേറ്റ്, ഐഷർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, ഏഷ്യൻ പെയിൻറ്. റീട്ടെയിൽ ബാങ്കിംഗ് മേഖലയിൽ ശക്തമായ ചുവട് പിടിച്ചുകൊണ്ട് HDFCക്ക് അസാധാരണമായ സാമ്പത്തിക പ്രകടനവും ഉയർന്ന ലാഭവും നൽകുന്നതിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ട്രാക്ക് റെക്കോർഡുണ്ട്. കമ്പനിക്ക് വൈവിധ്യമാർന്ന വായ്പാ പോർട്ട്ഫോളിയോ, കുറഞ്ഞ നിഷ്ക്രിയ ആസ്തി അനുപാതം, ശക്തമായ ബ്രാൻഡ് മൂല്യം എന്നിവയെല്ലാമുണ്ട്. അതിനാൽ നിങ്ങൾ സ്ഥിരതും വളരുന്നതുമായ ഡിവിഡൻഡ് വരുമാനത്തിനൊപ്പം മൂലധന വിലമതിപ്പിനും കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് നല്ലൊരു ഓപ്ഷനാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ വളരെയധികം ലാഭം നേടുന്ന രണ്ടാമത്തെ കമ്പനിയാണ്. നിങ്ങൾക്കിതിലും നിക്ഷേപിക്കാവുന്നതാണ്. സ്ഥിരമായ വളർച്ചയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രതിരോധ ശേഷിയുള്ള സ്റ്റോക്ക് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു വളരെ ബെസ്റ്റ് ഓപ്ഷനാണ്. കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല. കമ്പനിക്ക് ശക്തമായ കോർപ്പറേറ്റ് ഭരണം, മൂലധനത്തിൽ ഉയർന്ന വരുമാനം, സ്ഥിരമായ ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി എന്നിവയെല്ലാം ഉണ്ട്. ശക്തമായ ബ്രാൻഡ് പോർട്ട്ഫോളിയോ, വിശ്വസ്തരായ ഉപഭോക്തൃ അടിത്തറ, കരുത്തുറ്റ ഇന്നോവേഷൻ എന്നിവയ്ക്കൊപ്പം യൂണിലിവർ വളരെ നല്ലൊരു പന്തയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫോസിസ് ആഗോള കാഴ്ചപ്പാടും നവീകരണത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പറ്റുന്ന ഒന്നാണ് ഇൻഫോസിസ്. ആരോഗ്യകരമായ ബാലൻസ് ഷീറ്റ്, ഉയർന്ന പണമൊഴുക്ക്, ഉദാരമായ ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി എന്നിവയെല്ലാം ഉണ്ട്. കൂടാതെ IT സേവനങ്ങൾക്കും മറ്റും വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് കമ്പനിക്ക് വളരെയധികം ഉയർന്ന വരുമാനം കിട്ടുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് വൈവിധ്യമാർന്ന എണ്ണ, വാതകം, ടെലികോം, റീട്ടെയിൽ മീഡിയ വഴികളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് റിലയൻസ്. അതിൻ്റെ ശക്തമായ സാമ്പത്തിക നിലയും സ്ഥിരമായ ഡിവിഡൻഡും ദീർഘകാല നിക്ഷേപകർക്ക് അത് അനുയോജ്യമാക്കുന്നു. അതിനാൽ വൈവിധ്യവൽക്കരണത്തിൽ നിന്നും മറ്റു ട്രെൻഡുകളിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ദീർഘകാല സ്റ്റോക്ക് തിരഞ്ഞെടുക്കേണ്ടതാണ്. TCS ഇന്ത്യയിലെ ഏറ്റവും വലുതും ലാഭകരവുമായ IT കമ്പനിയാണ് ഇത്. TCS ആഗോള സാന്നിധ്യവും വൈവിധ്യമാർന്ന സേവനങ്ങളും പോർട്ട്ഫോളിയോയും നൽകുന്നു. വിശ്വസ്തമായ ഒരു ക്ലിയറൻറ്റ് അടിത്തറയും ശക്തമായ ബാലൻസ് ഷീറ്റും ഉള്ളതിനാൽ ദീർഘകാലത്തേക്ക് വാങ്ങുവാൻ പറ്റുന്ന ഒരു ഓഹരിയും കൂടിയാണിത്. ഉദാരമായ ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപം നല്ല കൈകളിലാണ് എന്ന് നിങ്ങൾക്ക് ഇതോടുകൂടി ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഇൻഡസ് ബാങ്ക് ഇന്ത്യയിൽ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ മേഖല ബാങ്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇൻഡസ് ബാങ്ക് വളരെയധികം വിശ്വസിക്കാവുന്ന ഒരു പേരാണ്. മികച്ച സാമ്പത്തിക സ്ഥിതിയും സ്ഥിരമായ ഡിവിഡൻഡ് പേ ഔട്ടുകളും ഉള്ളതിനാൽ അവ അണ്ടർ ബാങ്ക് പോപ്പുലേഷൻ വിഭാഗങ്ങളെ അത് നോക്കുന്നുണ്ട്. പരിഗണിക്കേണ്ട മൂല്യാധിഷ്ഠിതവും വളർച്ച കേന്ദ്രീകൃതമായ ഒരു സ്റ്റോക്കാണ് ഇത്. ദീപക് നൈട്രേറ്റ് ഉയർന്ന വരുമാനം, കുറഞ്ഞ കടം, ആകർഷകമായ സൗജന്യമായ പണമൊഴുക്ക് എന്നിവയ സംയോജനമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ദീർഘകാലത്തേക്ക് വാങ്ങുവാൻ പറ്റുന്ന ഓഹരികളിൽ ഇത് ഒന്നാണ്. നിങ്ങൾക്ക് മൂല്യവും വൈവിധ്യവൽക്കരണവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓഹരി തരികയാണ് എങ്കിൽ, ദീർഘകാല നിക്ഷേപകനാണ് എങ്കിൽ ദീപക് നൈട്രേറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഐഷർ മോട്ടോഴ്സ് ഐഷർ ഗ്രൂപ്പിൻ്റെ മുൻനിര കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സ്. ദൃഢമായ വരുമാനവും ലാഭ വളർച്ചയും നൽകുന്നതിൽ അവിശ്വസനീയമായ ട്രാക്ക് റെക്കോർഡുണ്ട്. ഇതിന് മികച്ച ബ്രാൻഡിങ്ങും ഉൽപ്പന്ന നവീകരണം, നെറ്റ്വർക്ക് വിപുലീകരണം, ഉപഭോക്തൃ ലോയൽറ്റി എന്നിവയിൽ
കമ്പനി വളരെയധികം ശ്രദ്ധിക്കുന്നു. മാത്രമല്ല, കമ്പനിക്ക് ഉയർന്ന പ്രവർത്തന മാർജിൻ, ഇക്വിറ്റിയിൽ നിന്നുള്ള വരുമാനം, സൗജന്യ പണമൊഴുക്ക് എന്നിവയുണ്ട്. ദീർഘകാലത്തേക്ക് വാങ്ങാൻ ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ ഒന്നാക്കി ഇതിനെ മാറ്റാൻ ഇത് കാരണമാണ്. ICICI ബാങ്ക് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചാ സാധ്യതകളിൽ നിന്ന് ഏറ്റവും പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല നിക്ഷേപകർ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓഹരി ICICI ബാങ്കിംഗ് ഓഹരികളാണ്. ബാങ്കിംഗ് വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ, കുറഞ്ഞ നിഷ്ക്രിയ ആസ്തി അനുപാതം, ഇക്വിറ്റിയിൽ നിന്നുള്ള ഉയർന്ന റിട്ടേൺ എന്നിവയെല്ലാം ഉണ്ട്. ICICI ഓഹരികൾ എല്ലാ അനുപാതങ്ങളെയും നോക്കി മൂല്യനിർണ്ണയത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഏഷ്യൻ പെയിൻറ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പെയിൻറ് കമ്പനിയാണ്. ഈ പെയിൻറ് കമ്പനി എന്ന നിലയിൽ ഏഷ്യൻ പെയിൻറിന് പ്രമുഖമായ വിപണി വിഭവവും എല്ലാ കാര്യങ്ങളും വിപുലമായ വിതരണ ശൃംഖലയുമുണ്ട്. ഭീമമായ മൂല്യങ്ങളുള്ള ഒരു പ്രതിരോധ സ്റ്റോക്കിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കണമെങ്കിൽ അതൊരു മികച്ച ഓപ്ഷൻ ആണ് ഈ പെയിൻറ് കമ്പനി, നമ്മുടെ ഏഷ്യൻ പെയിൻറ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കേണ്ടത് കമ്പനിയുടെ സാമ്പത്തികാരോഗ്യം, ലാഭക്ഷമത, മത്സര സ്ഥാന നിയന്ത്രണം എന്നിവയെല്ലാം നോക്കണം. വിപണിയുടെ ചലനാത്മകത, മത്സരം, സാങ്കേതിക ഷിഫ്റ്റുകൾ എന്നിവ പരിഗണിച്ച് വ്യവസായ വളർച്ച സാധ്യതകൾ വിശകലനം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. നേതൃത്വത്തിൻ്റെയും മാനേജ്മെൻറ്റ് ടീമിൻ്റെയും ട്രാക്ക് റെക്കോർഡും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടും നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. ഒരു സ്റ്റോക്കിൻ്റെ പ്രകടനത്തെ സ്വാധീനിച്ചേക്കാവുന്ന പലിശ നിരക്കും പണപ്പെരുപ്പവും പോലുള്ള മാക്രോ എക്കണോമിക് ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ലാഭം നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒന്നാണ് ഇത്.